അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, സാധാ പോലെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളായതുകൊണ്ടാണ് ഈ ഗുഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലേ. അപ്പം ഗുഡ് എക്സിന് വേണ്ടിയിട്ട് ഗുഡ് വൈനെ നമ്മൾ കുറച്ച് കളയും, ഫോർഗോ ചെയ്യും, എന്നിട്ട് ഗുഡ് എക്സ് കൂട്ടും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ടുകളായതുകൊണ്ടാണ് അല്ലേ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, അതായത് കളറിലോ, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കളറിലോ ടേസ്റ്റിലോ ഒന്നിലും മാറ്റമില്ലാത്ത, രൂപത്തിലോ ഒന്നിലും മാറ്റമില്ലാത്ത ഗുഡ്സാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ഗുഡ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മിൽമയുടെ മിൽക്കും അമൂലിൻ്റെ മിൽക്കും അതാണ് നല്ല എക്സാമ്പിൾ. അതാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അല്ലെങ്കിൽ ബോട്ടിൽ വാട്ടർ ആലോചിച്ചാൽ മതി. മിനറൽ വാട്ടേഴ്സ് പല കമ്പനിയുടെ ഉണ്ടാവുമല്ലോ, എക്കോളജിക്കിൻ്റെയും നിസാൻ കമ്പനിയുടെയും വാട്ടർ ബോട്ടിൽസ്. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പം നമ്മൾ ഒന്നിന് പകരമായിട്ട് ഒന്നേ എടുക്കുള്ളൂ. ഓക്കെ, സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരെണ്ണം, ഇപ്പോൾ അമൂലിൻ്റെ ഒരു പാല് വേണ്ടാന്ന് വെച്ചിട്ട് മിൽമയുടെ ഒരു പാല് കൂട്ടും. അത് ഒരെണ്ണം കളയാനേ നമ്മൾ തയ്യാറാവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഒരെണ്ണം ഫോർഗോ ചെയ്യാൻ തയ്യാറാവുള്ളൂ, കൃത്യം ഒരെണ്ണം. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടു എക്സ്ട്രീം കേസസ് ഉണ്ട്. ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, അതുപോലെ ഗുഡ്സ് പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ IC കർവ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ വെൻ 2 ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ IC എന്ന് പറഞ്ഞത് ഇൻഡിഫറൻസ് കർവ് സ്ട്രെയിറ്റ് ആയിരിക്കും, പാരലൽ ലൈൻസ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് അലോങ് ദ കർവാണ്. അപ്പോൾ IC കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ MRS ആണെന്ന് അറിയാമല്ലേ. അപ്പോൾ MRS കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, 1 1 1 വെച്ച് ഒരേപോലെ തന്നെ ഗുഡ് എക്സും ഗുഡ് വൈൻ്റെ അവിടെ 1 1 വെച്ചിട്ട് മാറ്റം വരുന്നതിനെയാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവിൻ്റെ കേസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആണെങ്കിൽ ആ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആവണേന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡിമാൻഡും അതുപോലെ തന്നെ പ്രൈസൊക്കെ 1 1 വെച്ചിട്ട് ഡിഫറൻസ് വരിക. 1 2 3 4 എന്ന എക്സ് ആക്സിസിലും അതേപോലെ 1 2 3 4 5 എന്നൊക്കെ Y ആക്സിസിലും വരുമ്പോഴാണ് ആ നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് 1 ആവില്ലേ, ആ സമയത്താണ് കോൺസ്റ്റൻ്റ് ആയി മാറുക. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈന് കിട്ടുക നമുക്ക്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, ഈ കോൺസ്റ്റൻ്റ് സ്ലോപ്പ് അലോങ് ദ കർവാണ് ഉണ്ടാവുക. എപ്പോൾ MRS എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഈ MRS ആണ് കേട്ടോ ഈ IC കർവിന് ഈ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഡിമിനിഷിങ് ആയിട്ടുള്ള ഈ MRS ആയതുകൊണ്ടാണ് ഈ IC കർവിന് ഈ കോൺവെക്സ് ഷേപ്പ് കൊടുത്തത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള MRS ആയതുകൊണ്ടാണ് IC കർവിന് ഈ ലീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഷേപ്പ് കൊടുത്തത്. കോൺസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിച്ചത് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു എക്സ്ചേഞ്ച് 1 യൂണിറ്റ് ഓഫ് എക്സ് ഫോർ 1 യൂണിറ്റ് ഓഫ് വൈ. ഓക്കെ, 1 യൂണിറ്റ് ഓഫ് വൈ കിട്ടാൻ വേണ്ടിയിട്ട് 1 യൂണിറ്റ് ഓഫ് എക്സ് കൃത്യമായിട്ട് കൺസ്യൂമർ ഫോർഗോ ചെയ്യില്ലേ. 1 യൂണിറ്റ് ഓഫ് വൈ കിട്ടാൻ വേണ്ടി 1 യൂണിറ്റ് ഓഫ് എക്സ് കളയില്ലേ. അതുകൊണ്ടാണ് അതിനെയാണ് കോൺസ്റ്റൻറ്റ് MRS എന്ന് പറയുന്നത്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ യൂണിറ്റ് കൺസ്യൂമറിന് ആവശ്യമുള്ളൂ. അതാണ് കൃത്യമായിട്ട് ഒരെണ്ണം തന്നെ, ഒരു എക്സിന് വേണ്ടിയിട്ട് 1 എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് 1 വൈ കളയുന്നത്. 1 എക്സേ ആവശ്യമുള്ളൂ കൺസ്യൂമറിന്, അതിന് കൂടുതലും ആവശ്യമില്ല, കാരണം പെർഫെക്റ്റ് ആണല്ലോ. ഇനി അടുത്ത കേസാണ് വെൻ 2 ഗുഡ്സ് ആർ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ്. കോംപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ എന്താ, ഒന്നിച്ച് ഉപയോഗിക്കുന്ന ഗുഡ്സ് അല്ല. അപ്പോൾ ലെഫ്റ്റ് ഷൂവും റൈറ്റ് ഷൂവും അത് നല്ലൊരു എക്സാമ്പിളാണ്. ഒന്നിച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും പോലെ. ഓക്കെ, അപ്പം ബോത്ത് ഈ എക്സും വൈയും ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുക്കാനാണ് കൺസ്യൂമർ ആഗ്രഹിക്കുക അല്ലേ. അല്ലാണ്ട് ഇപ്പം എക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഷൂ ആണെന്ന് വിചാരിക്കും, വൈ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഷൂ ആണ്. അപ്പം കൂടുതൽ വൈ എടുക്കാൻ കൺസ്യൂമർ ആഗ്രഹിക്കുമോ? കൂടുതൽ വൈ എടുക്കാൻ കൺസ്യൂമർ ആഗ്രഹിക്കുമോ? റൈറ്റ് ഷൂ കൂടുതൽ കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ? പെയർ ഓഫ് ഷൂസ് ഉണ്ടെങ്കിലാണ് കാര്യമുള്ളൂ. ഒരു ലെഫ്റ്റ് ഷൂവോ റൈറ്റ് ഷൂവോ കൂടുതൽ കിട്ടിയത് കൊണ്ട് കൺസ്യൂമറിന് അതൊരു വോർത്ത്ലെസ് ആണ് അല്ലേ. എക്സ്ട്രാ പീസ് ഓഫ് ദി അതർ ഗുഡ് ഈസ് വോർത്ത്ലെസ് ഫോർ ഹിം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. ഈ സാഹചര്യത്തിൽ ഹീ വിൽ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഫോർ വൈ, ബിക്കോസ് ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുക്കാനാണ് കൺസ്യൂമർ ആഗ്രഹിക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരെണ്ണം കളയണം അല്ലേ. ഒന്ന് ഫോർഗോ ചെയ്തിട്ടേ ഒന്ന് കൂട്ടാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ലെഫ്റ്റ് ഷൂവും റൈറ്റ് ഷൂ ഉണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ഷൂവിനെ കളഞ്ഞാൽ പിന്നെ ഒരു ലെഫ്റ്റ് ഷൂ കൂട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2 ലെഫ്റ്റ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടുത്തെ ഐ സി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നറിയോ? ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് 2 സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ടായിരിക്കും വിത്ത് എ റൈറ്റ് ആംഗിൾ ബെൻഡ് വിച്ച് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. കണ്ടോ, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ ബെൻഡ് ഉണ്ട്. ഇറ്റ് വിൽ ബി ലൈക്ക് എൽ ഷേപ്പ്ഡ് ആയിരിക്കും. ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് നമ്മുടെ എം ആർ എസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. എം ആർ എസ് എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പം എം ആർ എസ് എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് കിട്ടുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ അൺഡിഫൈൻഡ് ആയത്? എം ആർ എസ് ഇൻഡിവിജ്വൽസ് പ്രിഫറൻസ് ഡു നോട്ട് അലോ എനി സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗുഡ്സ്. അപ്പം ഗുഡ്സ് തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ഒരു ഇൻഡിവിജ്വലും. അപ്പം ഒരു ലെഫ്റ്റ് ഷൂ കളഞ്ഞ് ഒരു റൈറ്റ് ഷൂ എടുക്കാൻ ഒരിക്കലും അത് വോത്ത്ലെസ് ആണ് കൺസ്യൂമറിന്. അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു പണിക്കും പോവില്ല. സോ എം ആർ എസ് ഇവിടെ ഈ അൺഡിഫൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. അത് മനസ്സിലാക്കുക, ഇത്രേ ഉള്ളൂ ഇവിടെ. ഇനി മൂന്നാമത്തെ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 2 ഇൻഡിഫറൻസ് കർവുകൾ ഇൻഡിഫറൻറ്റ് കർവ്സ് ക്യാൻ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഈ 2 ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് ഷോസ് ദാറ്റ് ഹയർ ഓർ ലോവർ ആർ ഈക്വൽ വിച്ച് ഇസ് നോട്ട് പോസിബിൾ. എന്തുകൊണ്ടായിരിക്കും 2 ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും ഒരു പോയിൻറ്റിൽ, ഒരു സിംഗിൾ പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത്? കാരണം IC3യും IC2 ആണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കണമെന്ന് വിചാരിക്കും. IC3 എന്ന് പറഞ്ഞാൽ 100 സാറ്റിസ്ഫാക്ഷൻ ആണുള്ളത്. അപ്പം ഹയർ ദ IC കർവ് ഹയർ വിൽ ബി ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, റൈറ്റ്? സോ ഏറ്റവും മേലത്തെ IC കർവും 100 സാറ്റിസ്ഫാക്ഷൻ എന്ന് വിചാരിക്കും. ഒരിക്കലും ഈ ഓർഡിനലിൽ അങ്ങനെ അളക്കാനൊന്നും പാടില്ല. എന്നാലും ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാണ്. കാർഡിനലിലാണ് എപ്പോഴും യൂട്ടിലിറ്റീനെ നമ്പേഴ്സിൽ പറയാം. അപ്പം ഈ IC2ൽ ഇത് 50 വിചാരിക്കും, യൂട്ടിലിറ്റി 50 വിചാരിക്കും, സാറ്റിസ്ഫാക്ഷൻ 50 വിചാരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 50ഉം 100ഉം സെയിം ആണോ? അല്ലല്ലോ. അപ്പം ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഹയറും ലോവറും ഈക്വൽ ആയിട്ട് മാറുന്ന പോയിൻ്റാണ്. അപ്പം അങ്ങനെ ഒരിക്കലും 100ഉം 50ഉം ഈക്വൽ ആവില്ല. ഇപ്പോൾ ഒരു CA-കാരനും ഈ ഫൗണ്ടേഷൻ മാത്രമുള്ള ഞാനും തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആവുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? CA-കാരനാണെങ്കിൽ കുറച്ച് ഹയ്യറാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്. പക്ഷെ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ലോവറാണ്, അല്ലേ? സോ അപ്പം ഹയ്യറും ലോവറും ഒരിക്കലും ഈക്വൽ ആവാത്തത് കൊണ്ടാണ് അത് ഒരിക്കലും പോസിബിൾ അല്ല, അല്ലേ? അതുകൊണ്ടാണ് വിച്ച് ഇസ് നോട്ട് പോസിബിൾ ആയതുകൊണ്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത് IC കർവ്. നോ 2 ഇൻഡിഫറൻസ് കർവ് ക്യാൻ ടച്ച് ഓർ കട്ട് ഈച്ച് അതർ. അതേപോലെ തന്നെ നാലാമത്തെ പ്രോപ്പർട്ടിയാണ് എ ഹയർ ഇൻഡിഫറൻസ് കർവ് റിപ്രസെൻറ്റ് എ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദാൻ ദ ലോവർ ഇൻഡിഫറൻസ് കർവ്. ഇത് ഓൾറെഡി പറഞ്ഞല്ലോ, ഹയർ ആയിട്ടുള്ള IC3 ആയിരിക്കും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക ദാൻ ദി ലോവർ ഇൻഡിഫറൻസ് കർവ് ബിക്കോസ് മോർ ഗുഡ്സ് ആർ പ്രിഫേർഡ് ദാൻ ലെസ്. അപ്പോൾ മോർ ഈസ് ബെറ്റർ എന്നുള്ള എസംഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പം എന്തായാലും മേലെ പോകും തോറും ഗുഡ്സ് മേലുള്ള IC കർവിൻ്റെ ഗുഡ്സ് കൂടുതലായിരിക്കും, കമ്മോഡിറ്റീസ് കൂടുതലായിരിക്കും. നമുക്കറിയാലോ ഈ എക്സ് ആക്സിസിലുള്ള എക്സ് എന്ന് പറഞ്ഞ ഗുഡ് ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, Y ആക്സിസിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും ഹയർ പോയിന്റിൽ വരുന്ന ഇൻഡിഫറൻസ് കർവിൽ കൂടുതൽ കമ്മോഡിറ്റീസ് ഉണ്ടാവും. അപ്പം കൂടുതൽ കമ്മോഡിറ്റീസ് ഉള്ളതാണ് എപ്പോഴും കൺസ്യൂമർ ചൂസ് ചെയ്യുക. മോർ ഈസ് ബെറ്റർ എന്നുള്ള എസംഷനാണ്. മോർ ഗുഡ്സ് ആർ പ്രിഫേർഡ് ദാൻ ലെസ്. പിന്നെ 5th പ്രോപ്പർട്ടിയാണ് IC കർവ് വിൽ നോട്ട് ടച്ച് ഐദർ ആക്സിസസ്. ഞാൻ പറഞ്ഞല്ലോ 2 ആക്സിസുമേലും ടച്ച് ചെയ്യില്ല. കാരണം ഒരു ആക്സിസുമേൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സുമേലാണ് ടച്ച് ചെയ്തതെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഉണ്ടായിരിക്കും, Y എന്ന് പറഞ്ഞാൽ ഗുഡ് ഉണ്ടാവില്ല, Y എന്ന് പറഞ്ഞാൽ ഗുഡ് 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ടച്ച് ദ എക്സ് ആക്സിസ് ഓർ Y ആക്സിസ് ബിക്കോസ് കൺസ്യൂമർ വാണ്ട്സ് ബോത്ത് കമോഡിറ്റീസ് ഓൾദോ ഇൻ സ്മോളർ ഓർ ലാർജർ ക്വാണ്ടിറ്റീസ്. ചെറിയ രീതിയിലെങ്കിലും കൺസ്യൂമറിന് 2 ഗുഡ്സും കഴിക്കണം, അല്ലെങ്കിൽ 2 ഗുഡ്സും കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഒരു ഗുഡ് ഇല്ലാത്തൊരു കേസ് ആലോചിച്ചുകൂടാ. ഒരു ഗുഡ് ഇല്ലാത്തൊരു കോമ്പിനേഷൻ ബണ്ടിൽ പോലും ഇല്ല. ഓക്കെ,
ഇവിടെ വരച്ചിരിക്കുന്നത് കണ്ടോ, ഇമ്പോസിബിൾ ഇൻഡിഫറൻസ് കർവാണ് 2 ആക്സിസുമ്മിലും ടച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 ആക്സിസുമ്മൽ ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ ഒരെണ്ണം 0 ആയി മാറും, ഒരു കമ്മോഡിറ്റി ഇല്ലാണ്ടാവും. അങ്ങനെ ഇല്ലാണ്ടാവാൻ പാടില്ല. ഈ യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നറിയോ? യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂട്ടിൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയില്ലേ സെൻറ്റിമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയില്ലേ. യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റിമീറ്റർ, മീറ്റർ ആണല്ലോ. യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ കെ ജി അല്ലെങ്കിൽ ഗ്രാംസ് ഒക്കെ അല്ലേ, അതുപോലെ യൂണിറ്റ് ഓഫ് യൂട്ടിലിറ്റീസ് യൂട്ടിൽസ്. അപ്പോൾ 100 യൂട്ടിൽസ് കിട്ടി ബീഫ് കറിയും പൊറോട്ടയും കഴിച്ചപ്പോൾ. അതാണ് നമ്മൾ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നതാണ് ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്.